തേവിടിശി, പ്രവൃത്തി വ്യഭിചാരം, വാക്കിലും പെരുമാറ്റത്തിലും പാതിവൃത്യം. നിന്നെ ആദ്യം കണ്ട അന്ന് ഞാൻ എഴുതി വെച്ചതാ നീ പിശകാണെന്ന്. ഒരു ഓഫീസറുടെ തോൾപ്പട്ടയിലെ സ്റ്റാർ സിംബൽ കണ്ടാൽ എനിക്ക് പറയാനാവില്ല അയാൾ DSP ആണോ DYSP ആണോ എന്ന്. പക്ഷേ ഒരു പെണ്ണിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഞാൻ പറയും അവൾ പിശകാണോ അല്ലയോ എന്ന്. സഹജവാസന, അല്ലാതെ എന്തു പറയാനുള്ളൂ. ഞാൻ എന്താണോ പറഞ്ഞത്? ഇവിടെ പറഞ്ഞാണ് സാർ. റെസ്റ്റ് ഹൗസിൽ ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു കാമുകനുമായി. എത്ര കാമുകന്മാരുണ്ടോ നിനക്ക്? എത്ര കൊടുത്തടാ ഇപ്പൊ? 200. 200? സത്യം പറയടാ. 200 സാർ. ഹലോ, അതെ സർ. സർ സർ ശരി സർ, ശരി സർ, വെക്കട്ടെ. നിന്റെ അമ്മാവൻ കേശുനായരുടെ വീട്ടിൽ നിന്നാ ഫോണ്. അവിടെ എന്റെ ഏമാൻ DYSP ഇരിപ്പുണ്ട്. നിന്നെ സൗകര്യമായിട്ടൊന്ന് തടവാന്ന് കരുതി ഇരുന്നപ്പോഴാ ഏമാന്റെ ഒരു ഒടുക്കത്തെ വിളി. ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. സാർ പടാ. നിന്നെ സഹായിക്കാൻ SP-യോ IG-യോ കുടുംബക്കാരോ ആരുമില്ലേ? ഗൗരി എവിടെ? സംഗതിയൊക്കെ വാസ്തവ. കയ്യും കളവോടെ പിടിച്ചത് ഇവിടുത്തെ റെസ്റ്റ് ഹൗസിൽ വെച്ച്. ആദ്യമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കാമുകനും കാമുകയാന്നാ പറഞ്ഞു. ഒന്ന് വരട്ടിയപ്പോ ചെക്കൻ കൈ കഴി. ഞാൻ അത്യാവശ്യമായി നിന്നെ വിളിപ്പിച്ച് എന്തിനാന്ന് വെച്ചാൽ വലിയ കഴുകൻ പുറത്തു പോയിരിക്കുക. വേറെ ചില കഴുകന്മാർ ഇവിടെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട്. ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും ഈ പെണ്ണ് കോടതി കാണില്ല. 2 or 3 പ്രാവശ്യം തിരിച്ചും മറിച്ചും വായിച്ചാലൊന്നും ജാമ്യാപേക്ഷയിലെ വാക്കിന്റെ അർത്ഥം മാറില്ല സാറേ. എന്താ വിളിച്ചോണ്ട് പോട്ടെ? വാ ഗൗരി.